അഞ്ജു അഞ്ജു അഞ്ജലി എണേ നീ ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വന്നാൽ മതി ഉറങ്ങിയ നീ. എന്നാന്നേ നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. നിങ്ങളെ കാലിനെന്നായേ? കാലിനെന്തായെന്ന് കാണിച്ചു തരാം. നീ ഇങ്ങോട്ട് വാ. ഇത് കണ്ടോ എന്തെന്നത്? ജനലോർന്നിട്ട് കാണുന്നില്ല നിങ്ങള്? ഇന്നലെ രാത്രി നല്ല മഴയല്ലേ ഉണ്ടായിന്? അതെ മഴ. ഈ കാലം മണിപ്പിച്ചു നോക്കി നീ. മൂത്രം. അത് മൂത്ര അല്ല തീർത്ഥം. നിന്റെ മോന്റെ പുന്നാര ചാർലില്ലേ അതിന്റെ പണി. അവനോട് എത്ര പ്രാവശ്യം പറഞ്ഞ അതിനെ രാത്രി മൂത്രപ്പിച്ചിട്ട് കിടത്തണം. അതിന് ഒറ്റക്ക് പുറത്ത് വന്നു ഇപ്പൊ ആരെങ്കിലും ചാറിട്ട് വീണ്ടും എന്താട്ടി. ഹലോ, ആ പറടാ. നിനക്ക് എണീക്കാൻ പറ്റിയില്ല? ഇന്ന് വേണ്ട. അതല്ലപ്പാ, അതല്ല. ദിവസങ്ങള് കിരികിരിയാക്കും. പിന്നെ നീ അതുകൊണ്ട് മാറ്റി സംഭവിച്ചോളൂ. ആ സാധനം ഏതാന്ന് ഇന്നലെ അടിച്ചേ? മെക്സിക്കൻ അല്ലേ? എന്നാ പിന്നെ അതന്നെ മതി. ആ ഓക്കെ ഓക്കെ. എന്താ ചേച്ചി വിളിച്ചാൽ മതി കേട്ടാ. ശരി എന്നാലേ. ഞാൻ നിന്റെ പട്ടിക്ക് റൂമിൽ മൂത്രയിക്കുന്ന സ്വഭാവം വന്നിട്ടുണ്ട്. യൂട്യൂബിൽ നോക്കിയിട്ട് എന്താന്ന് വെച്ചാൽ ട്രെയിനിങ് കൊടുത്തോളാം കേട്ടോ. എടാ ഞാൻ നിന്നോട്. അതെന്റെ ചാറിൽ നിന്നല്ല, അപ്പുറത്തെ വീട്ടിലുള്ള പൂച്ചയായിരിക്കും. ഇപ്പൊ അപ്പുറത്തെ വീട്ടിലെ പൂച്ചയായി. നിന്റെ പട്ടിയൊന്നും സമ്മതിക്കണ്ട കേട്ടാ. എടാ പൂച്ചക്കല്ല എന്ത് വൃത്തിന്ന് അറിയാം എനിക്ക്. അമ്മേ വാമേ ചായ പിടിക്കാലോ. മോളെ സാറിനെന്തോ മണക്കുന്നൊന്ന് കുളിപ്പിക്കണേ. ആമ അയാൻ വാ വന്ന് ഭക്ഷണം കഴിക്കേ. അമ്മ മരുന്ന് കഴിച്ചില്ല? മരുന്ന് തീർന്നാ പറയണം. ഇപ്പൊ ഷുഗർ അധികമാണ്. കറി വേണോ? അമ്മ ഈ റൂമിൽ എനിക്കത് അമ്മയ്ക്ക് സിറ്റൗട്ട് പോയിട്ട് കുറച്ചിരുന്നു കൂടി. അപ്പൊ പകുതി വരുത്താൻ പോകില്ലേ? അയാൻ നീ ഇവിടെ കളിച്ചോണ്ടിരുന്നോട്ടോ, വേഗം വാ. എത്ര നേരമായിട്ട് വിളമ്പി വെച്ചിട്ട്? അയാൻ എഴുന്നേറ്റെ, ബെഡ്ഷീറ്റ് മാറ്റട്ടെ. എണീക്കേ, വാശി പിടിക്കല്ലേ. എനിക്ക് ആ കാലെല്ലാം ഒന്ന് കഴുകിയിട്ട് കിടന്നൂടെ കുട്ടി? എന്തൊരു നാട്ട അതിന്റെ ബെഡ്ഷീറ്റിന്. ബെഡ്ഷീറ്റ് ആകുമ്പോ അങ്ങനെല്ലാം ഉണ്ടാവും. എപ്പ ഇത് പറയണം കേട്ടാ. പറയുന്ന സാധനം അന്നേരം വാങ്ങി തരുന്നുണ്ടല്ലോ എനിക്ക് ഈ വാശി. ഇപ്രാവശ്യം അത് നടക്കുമെന്ന് വിചാരിക്കണ്ട കേട്ടാ. വേഗം കളിക്കാണ്ട് കിടന്നുറങ്ങിയാട്ടെ. പേടിയാവുന്നുണ്ടെങ്കിൽ നമ്മളെ റൂമിലോട്ട് വാ. ആരോട് പറയാനാ? നിങ്ങളെ പോലെ പേടി പറയുന്നില്ല അച്ഛൻ്റെ ഒപ്പം കിടക്കാൻ.
ഓ അത് ശരി, ഇന്ന് ചോദിച്ചല്ലേ? ചിരിച്ചോ ചിരിച്ചോ? നീ എത്ര ദിവസം ചിരിച്ചോണ്ട് ചെയ്യുന്ന കാണാം. അമ്മേ ആ നീ വന്നാ? ചാർലി എന്തേ? അമ്മേ ഞാൻ പറഞ്ഞ കാര്യം എന്തായി? എന്തേ ക്രോക്സാ? കഴിഞ്ഞ മാസമല്ലേ ഒന്ന് പുതിയ വാങ്ങി തന്നിനി? എപ്പം ക്രോക്സ് വാങ്ങല പണി? പൊട്ടുമ്പോൾ വാങ്ങി തരാം കേട്ടാ. ക്രോക്സിനെല്ലാം എന്ത് വിലയാന്നറിയുവാ? അമ്മ ഉറങ്ങിയിട്ടില്ലേ? അമ്മ ഗുളിക കുടിച്ചിട്ടില്ലേ? ഇല്ല. അമ്മക്കറിയില്ലേ ഷുഗറിന്റെ ഗുളിക കുടിച്ചിട്ടില്ലേ ഹരിയേട്ടൻ വഴക്ക് പറയുന്നേ? അമ്മ എന്നാ നീ ഉറങ്ങിക്കോ. എന്നാ അമ്മ ഉറങ്ങിക്കോളേ. അയാൻ നീ ചാർലിനെ മൂത്രമൊഴിപ്പിച്ചിനാ? ആ അമ്മേ ആ അതോ ഒന്നല്ല, അപ്പുറത്തെ വീട്ടിലെ പൂച്ചയായിരിക്കും. ഏത് പൂച്ച? എപ്പോഴും വരുന്ന ആ കറുത്ത പൂച്ചയില്ലേ, അതന്നെ. കറുത്ത പൂച്ചയൊന്നുമല്ല, നീ തന്നെയാന്ന് അല്ല ചാർലി? ഇവനിങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി പറഞ്ഞാ മതിയല്ലോ. വാ വാ വാ. മോനെ ചാർലി, ചാർലി സിനിമ അടിച്ച് വാശി പിടിച്ചിട്ടാണ് അയാൾ നിന്നെ വാങ്ങിയത്. നീ പുറത്ത് കിടക്കണ്ടോനാ? ഞാൻ പറഞ്ഞിട്ടാണ് നിന്നെ അകത്താക്കിയത്. ചതിക്കല്ലേടാ മോനെ. അയാൻ കണ്ട പൂച്ചേനെ എല്ലാം പറയും. അഞ്ജു, അഞ്ജലേ നീ എന്താക്കണടാ? ആ ഇതാ വരുന്നു. നിങ്ങൾ ഇനി ഉറങ്ങിയില്ലേ? ഇല്ല ഇല്ല, ക്ലാസ്മേറ്റ് ഗ്രൂപ്പിൽ ഭയങ്കര കോമഡി. നീ ചാർലിനെ മൂത്രമൊഴിപ്പിച്ചിനാ? ആ ലൈറ്റ് ഓഫ് ആക്കട്ടെ. അമ്മ ഉറങ്ങിയാ? അമ്മ ഉറങ്ങി. എന്തിയാ അയാൻ എന്തിയാ പറയുന്നുണ്ട്? അയാൻ എന്ത് പറയാനാ? ഓനിങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഹരിയേട്ടൻ എണീറ്റാ? ഇന്നും കേൾക്കേണ്ടി വരുമല്ലോ. കാണുന്നില്ലല്ലോ. ഇല്ല, എന്നുണ്ടായിട്ടില്ല, ഞാൻ നോക്കിനി. ഇത് പൊട്ടിയാലേ വേറെത് കിട്ടൂ. നീ എന്താ കളിക്കാൻ വരുന്നില്ലേ? ഒക്കെ പോടാ. എടാ മോനെ സിബിട്ടിട്ട് പോടാ, അല്ലെങ്കിൽ നിന്റെ കിടുങ്ങാമണി കുടുങ്ങും. അക്ക അറിയാം. ഹരിയേട്ടാ നിങ്ങളെവിടെ ഉള്ളേ? ആ ഇവിടെ അമ്മയും മോനും നിങ്ങളെയും കാത്ത് നിൽക്കുന്നുണ്ട്.
കിടക്കാൻ പറയാനാ? ലേറ്റ് ആവും? ആ, അധികം കുടിക്കല്ലേ. ആ, എന്നാ ഓക്കെ, ശരി. ആ അമ്മേ, ഹരിയേട്ടൻ ലേറ്റ് ആവും വരാൻ. വാ അമ്മ, കിടക്കാം. ഷുഗറിന്റെ ഗുളിക കുടിക്കണേ. അയാ അയാ, നീ എന്താ നോക്കുന്നേ? ഞാൻ പറഞ്ഞ പൂച്ചയില്ലേ അതിലേ പോയി. ഏടാ, ആടെ ഒന്നുമില്ല. ഇങ്ങോട്ട് വന്നേ നീ. അമ്മ ഒക്കെ ഐഫോൺ മേടിച്ചു തരോ? നീ ഒന്ന് കേറിപ്പോയേ. ചോദിക്കുമ്പോൾ പറയുന്ന എന്റെ അച്ഛനെ പറഞ്ഞാൽ മതിയല്ലോ. ഒന്ന് അച്ഛനോട് പറയാം. അമ്മേ, ഹരിയേട്ടാ, 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 എന്താ പറ്റിയ? എഴുന്നേക്ക്. ഒന്നുകിലും നായി അല്ലെങ്കിൽ ഞാൻ, ഏതെങ്കിലും ഒന്ന് മതി നീ വീട്ടിൽ. എല്ലപ്പോ ഇവിടെ ഒരാഴ്ചയായിട്ട് ഒരു പ്രശ്നമില്ലല്ലോ. അത് നിനക്കറണ്ട, വിട്ടെ. എന്തൊരു നാട്ടിൽ അല്ലേ? അമ്മേ. ഹരിയേട്ടാ, നിങ്ങളെന്താ ഫോൺ വിളിച്ചിട്ട് എടുക്കാഞ്ഞേ? ഹരിയേട്ടാ, വേണ്ട ഹരിയേട്ടാ, വേണ്ട ഹരിയേട്ടാ, വിട് ഹരിയേട്ടാ. ഹരിയേട്ടാ, 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 വേണ്ട ഹരിയേട്ടാ, വേണ്ട. അമ്മ ഒന്ന് പറമ്പേ, വേണ്ടാന്ന്. അമ്മ ഹരിയേട്ടാ, ഹരിയേട്ടാ, വേണ്ട. ഹരിയേട്ടാ, ഹരിയേട്ടാ, നിങ്ങൾ ആ ചാർലിനെ എടെ കൊണ്ട കളഞ്ഞേ? അതൊരു മിണ്ടാപ്രാണിയല്ലേന്ന്. അയാൻ ഇത്ര നേരം നല്ല കരച്ചിലേരും, ഇപ്പാന്നൊന്ന് ഉറങ്ങിന്. ഹരിയേട്ടാ, ഇങ്ങളോടല്ലേ ചോദിക്കുന്നേന്ന്. ഒന്നും മിണ്ടാ, കിടന്നുറങ്ങിയായിരുന്നു. എന്നോട് കൊണ്ടാക്കിയിരുന്നില്ല, അവിടെ കൂട്ടിലാക്കിയിട്ടുണ്ട്. രാവിലെ എടുക്കാം. ഓ, ഇവിടെ തന്നെ ഉണ്ടായിനാ. ഇപ്പളാന്ന് സമാധാനായേ.
ഹരിയേട്ടാ, നമസ്കാരം. ഞാൻ ഡോക്ടറായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് നൊക്ടോറിയ എന്ന് പറയും. നിങ്ങൾ ലൈഫ് സ്റ്റൈൽ കുറച്ച് ചേഞ്ച് ചെയ്യേണ്ടി വരും. എന്നുവെച്ചാൽ മദ്യപാനമൊക്കെ കുറച്ച് എക്സസൈസൊക്കെ ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. വേറെ പഠിക്കാനൊന്നുമില്ല. ശരിയെന്നാ.